ഓ നമസ്തേ. ദശകം 34 രാമായണ ചരിത്രം ശ്ലോകം 1. ഗീർവാണേരർത്യമാനോ ദശമുഖനിധനം കൗസലേശ്വരസ്യ ശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദർശി ദശരഥ ക്ഷാഭൃതേ പായസാഗ്ര്യം തദ്ഭുക്ത്യാ തത്പുരന്ധ്രീഷ്വഭിതി സൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്തം ലക്ഷ്മണേന സ്വയമധവർദ്ധേ നാഭിശത്രുഘ്നനാംനാ. ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ 2 ദശകത്തിൽ രാമായണ സംഭവം സംക്ഷിപ്തമായിട്ട് രചിച്ചിരിക്കുകയാണ്. പക്ഷെ അതിന് വളരെയധികം അർത്ഥമുണ്ട്. വളരെ വിശദീകരണം ഓരോ ശ്ലോകങ്ങൾക്കും നമുക്ക് നൽകാൻ പറ്റും എന്നുള്ളതാണ്. അതിലെ വാക്കുകൾ സംസ്കൃതത്തിൽ ഏറ്റവും യുക്തമായ വാക്കുകളാണ് അവിടെ ഭട്ടതിരിപ്പാട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ പറയുന്നത് ശ്രീരാമൻ്റെ അവതാരത്തെ പറ്റിയാണ്. ലങ്കയിലെ രാജാവായ രാവണൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ദേവന്മാർ, ബ്രഹ്മാവ്, ശിവൻ എന്നിവരോടൊപ്പം മഹാവിഷ്ണുവിനെ ദർശിച്ച് തങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ലങ്കയിലെ രാജാവാണ് രാവണൻ. താൻ ദശരഥപുത്രനായി അയോധ്യയിൽ അവതരിക്കുമെന്നും തുടർന്ന് രാവണനെ വധിക്കുമെന്നും മഹാവിഷ്ണു അവർക്ക് ഉറപ്പ് കൊടുത്തു. 3 വിവാഹം നടത്തിയിട്ടും പുത്രന്മാരില്ലാതെ ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടി നടത്തുവാൻ തീരുമാനിച്ചു. ഋഷ്യശൃംഗ മഹർഷിയാണ് യാഗം നടത്തിയത്. യാഗാവസാനത്തിൽ വിശേഷപ്പെട്ട പായസം അഗ്നിദേവൻ ദശരഥന് നൽകി. അദ്ദേഹം തൻ്റെ പത്നിമാരായ കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവർക്ക് ആ പായസം നൽകി. പായസം കഴിച്ച് പത്നിമാർ ഗർഭിണികളായി. അവർ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ 4 പുത്രന്മാർക്ക് ജന്മം നൽകി. ആ അവതാരമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ശ്ലോകം 2. കോദണ്ഡീ കൗശികസ്യ ക്രതുവരമവിദും ലക്ഷ്മണേനാനുയാതോ യാദോ ഭൂസ്താദവാചാ മുനികദിതമനു ദ്വന്ദ്വശാന്താതുഗേധാം നൃണാം ത്രാണായ ബാണേ മുനിവചനബല താടകാം പാടയിത്വാ ലബ്ധ്വാസ്മാദസ്ത്രജാലം മുനിവനമഖമോ ദേവസിദ്ധാശ്രമാച്യം. രാക്ഷസന്മാരുടെ ശല്യം കാരണം വിശ്വാമിത്ര മഹർഷിക്ക് യാഗം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നു. വിശ്വാമിത്ര മഹർഷി ഓരോ രൂപത്തിലുള്ള യാഗം ദീക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ ഒരു പ്രത്യേകമായ ഒരു യാഗം, അമാവാസ്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു യാഗം എന്ന് രാമായണത്തിൽ പറയുന്നു. അത് നടത്താൻ പറ്റാതെ വന്നു. കാരണം നടത്താൻ തുടങ്ങിയാൽ ഈ രാക്ഷസന്മാർ ശല്യം ചെയ്ത് അതിനെ അശുദ്ധമാക്കി അവിടെ നടത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. യാഗരക്ഷ നടത്താൻ രാമലക്ഷ്മണന്മാരെ ദശരഥ മഹാരാജാവ് വിശ്വാമിത്രൻ്റെ കൂടെ പറഞ്ഞയച്ചു. വിശ്വാമിത്ര മഹർഷി അവിടെ അയോധ്യയിൽ ചെന്ന് ദശരഥ മഹാരാജാവിനോട് തൻ്റെ പ്രയാസം അറിയിച്ചപ്പോൾ 2 മക്കളെ ശ്രീരാമനെ ലക്ഷ്മണനെയും അദ്ദേഹത്തിൻ്റെ കൂടെ അയച്ചു എന്നാണ് പറയുന്നത്. ലക്ഷ്മണനോടൊപ്പം വില്ലും ധരിച്ച് ശ്രീരാമൻ പുറപ്പെട്ടു. വഴിയിൽ വെച്ച് വിശപ്പും ദാഹവും വരാതിരിക്കുവാനുള്ള ബല, അതിബല എന്നീ 2 മന്ത്രങ്ങൾ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ ഉപദേശിച്ചു. യാത്രാക്ലേശമില്ലാതെ അവർ നടന്നു പോകുമ്പോൾ വഴിമധ്യേ കണ്ട താടകയെ മനുഷ്യരക്ഷക്കായി വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ വധിച്ചു. താടകാവധത്തിൽ സന്തോഷിച്ച വിശ്വാമിത്രൻ ദിവ്യാസ്ത്രങ്ങൾ രാമലക്ഷ്മണന്മാരെ ഉപദേശിച്ചു. പല ദിവ്യാസ്ത്രങ്ങളെപ്പറ്റിയും ഉപദേശം നൽകി എന്നാണ് പറയുന്നത്. പിന്നീട് വിശ്വാമിത്ര മഹർഷിയുടെ തപോവനത്തിലുള്ള സിദ്ധാശ്രമത്തിലെത്തി അവിടെ താമസിച്ചു. ശ്രീരാമൻ്റെ വില്ലിൻ്റെ പേര് കോദണ്ഡം എന്നാണ്. അതുകൊണ്ട് ശ്രീരാമനെ കോദണ്ഡരാമൻ എന്ന് മലയാളത്തിൽ നമ്മൾ പറയും. സംസ്കൃതത്തിൽ കോദണ്ഡി എന്ന പേരിലും അറിയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ ഒരു ഭഗവാൻ അവതരിച്ച് ആദ്യം തന്നെ ആ യാഗരക്ഷ നടത്തി എന്നുള്ളതാണ് ഭട്ടതിരിപ്പാട് എൻ്റെ 2ാമത്തെ ശ്ലോകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത
ശ്ലോകം 3. മാരീചം ദ്രാവയിത്വാ മഗശിരസി ശരേ അന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുവർണഹല്യാം പതിപദരജസാ പ്രാപ്യ വൈദേഹഗേഹം ബിന്ദാനശ്ചാന്ദ്രചൂഡം തനു അവനിസുധാമിന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠദാസ്ത്വം ത്രിഭിരഭിജസമം ഭ്രാതൃവീരേ സദാരേ. സിദ്ധാശ്രമത്തിലെത്തിയതിനു ശേഷം ശ്രീരാമനും ലക്ഷ്മണനും മഹർഷിയോട് പറഞ്ഞു, ഞങ്ങൾ യാഗം വീക്ഷിച്ചോളൂ, അതിനുള്ള രക്ഷ ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു. അതനുസരിച്ച് അദ്ദേഹം യാഗം തുടങ്ങി. അപ്പോഴാണ് യാഗത്തെ അലങ്കോലപ്പെടുത്തുവാൻ മാരീചൻ്റെയും സുബാഹുവിൻ്റെയും നേതൃത്വത്തിൽ രാക്ഷസന്മാർ വന്നു. മാരീചനെ അമ്പെയ്ത് ഓടിക്കുകയും സുബാഹുവിനെയും മറ്റ് രാക്ഷസന്മാരെയും ശ്രീരാമൻ വധിച്ചു. വിശ്വാമിത്രൻ യാതൊരു വിഷമമില്ലാതെ യാഗം പൂർത്തിയാക്കി. പിന്നീട് അവർ 3 പേരും മിഥില രാജധാനിയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. വഴിമധ്യത്തിൽ വെച്ച് ശ്രീരാമൻ്റെ പാദരേണുക്കളേറ്റ് ശിലാരൂപിണിയായ അഹല്യയ്ക്ക് ശാപമോക്ഷം ലഭിച്ചു. മിഥില രാജധാനിയിലെത്തി ജനകമഹാരാജാവിൻ്റെ അനുവാദത്തോടെ ശ്രീരാമൻ ശൈവശാപം മുറിച്ചു. ലക്ഷ്മിദേവിയുടെ അവതാരവും ഭൂമിദേവിയുടെ പുത്രിയുമായ സീതാദേവിയെ ശ്രീരാമനും സഹോദരിമാരായ മാണ്ഡവിയെ ഭരതനും ഊർമിളയെ ലക്ഷ്മണനും സുതകീർത്തിയെ ശത്രുഘ്നനും വിവാഹം കഴിച്ചു. അവരെല്ലാവരും അയോധ്യയിലേക്ക് മടങ്ങി. ആ യാഗ രക്ഷ ചെയ്തതിന് ശേഷം അഹല്യയ്ക്ക് കിട്ടിയ ആ ഗൗതമ മഹർഷിയുടെ ശാപം അതിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ, അവർ കല്ലായി തീരട്ടെ എന്ന് ശപിച്ചിരുന്നു പ്രത്യേക കാരണത്താൽ. അപ്പോൾ അതിനുള്ള മോക്ഷം നൽകാനായിട്ട് ഭഗവാൻ തൻ്റെ പാദം ആ ശിലയിൽ വെച്ചു. അങ്ങനെ അവർക്ക് മോക്ഷം കൊടുത്തു. വീണ്ടും അഹല്യയും ഗൗതമനും ഒന്നിച്ച് ആശ്രമജീവിതം നയിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ജനക മഹാരാജാവിൻ്റെ പ്രശസ്തമായ ശൈവജാപം അത് കണ്ട് അത് മുറിച്ച സമയത്താണ് ജനക മഹാരാജാവ് പറഞ്ഞത്, ഇതാരാണോ ഖണ്ഡിക്കുന്നത്, മുറിക്കുന്നത്, ആ വ്യക്തിക്ക് എൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു. അതനുസരിച്ച് അച്ഛനമ്മമാരുടെ സാന്നിധ്യത്തിൽ ഈ 4 മക്കളും ശ്രീരാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും ജനക മഹാരാജാവിൻ്റെ മക്കളായ സീതാദേവിയും മാണ്ഡവി, ഊർമിള, സുതകീർത്തി, അങ്ങനെ യഥാക്രമം അവരെ ഈ 4 മക്കളും വിവാഹം കഴിച്ചു എന്നാണ്. അടുത്തത് ശ്ലോകം 4. ആരുന്ധാനേരുഷാന്തേ ഭൃഗുകുലതിലകേ സംക്രമയ്യസ്വതേജോ യാദേ യാദോസ്യ അയോധ്യാം സുഗമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തി ശത്രുഘ്നേനൈകദാദോ ഗതവതി ഭരതേ മാതുലസ്യാദിവാസം താദാരബ്ധോഭിഷേകസ്തവ കില വിഹദ കേകയാദീശപുത്ര്യ. 6 പേരും വിവാഹം കഴിഞ്ഞ് ആ നവദമ്പതികൾ അവിടെ തിരിച്ചു വരികയാണ് അയോധ്യയിലേക്ക്. അപ്പോൾ അവിടെ വഴിമധ്യത്തിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. അതാണ് ഇതിൽ വിശദീകരിക്കുന്നത്. സഹോദരന്മാരെല്ലാം വിവാഹിതരായി അച്ഛൻ്റെയും അമ്മയുടെയും പരിവാരങ്ങളുടെയും കൂടെ അയോധ്യയിലേക്ക് മടങ്ങി വരുമ്പോൾ വഴിമധ്യത്തിൽ വെച്ച് കോപാന്ധനായ പരശുരാമൻ തടഞ്ഞ് തന്നിലുള്ള വൈഷ്ണവ തേജസ്സിനെ ഭഗവാൻ ശ്രീരാമനിലേക്ക് സന്നിവേശിപ്പിച്ചു. ദുഷ്ടന്മാരായ ക്ഷത്രിയ രാജാക്കന്മാരെ വധിക്കുക എന്നതായിരുന്നു പരശുരാമൻ്റെ അവതാര ദൗത്യം. അത് ഭംഗിയായി നിർവഹിച്ച് തന്നിലുള്ള മഹാവിഷ്ണുവിനാൽ ആവേശിക്കപ്പെട്ട വൈഷ്ണവ തേജസ്സിനെ വൈഷ്ണവചാപത്തിലൂടെ ശ്രീരാമന് കൈമാറി തപസ്സിനായിപ്പോയി. ദുഷ്ടന്മാരായ ക്ഷത്രിയ രാജാക്കന്മാരെ വധിച്ച് ഭൂമിയിലെ ജനങ്ങൾക്ക് സ്വസ്ഥത കൈവരുത്താനായിട്ട് ഭഗവാൻ പരശുരാമനിലേക്ക് തൻ്റെ ചൈതന്യത്തെ സന്നിവേശിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ വൈഷ്ണവ ചാപത്തിലൂടെയാണ് അത് പരശുരാമന് ആ ചൈതന്യത്തെ കൈമാറിയത്. ആ വൈഷ്ണവ ചൈതന്യത്തോടു കൂടിയ ജമദഗ്നിയുടെ പുത്രനായ പരശുരാമൻ ദുഷ്ടന്മാരായ ക്ഷത്രിയന്മാരെ എല്ലാം വധിച്ചു. അങ്ങനെ ഈ ഭാരതത്തെ കശ്യപന് ദാനം ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ആ തൻ്റെ ദൗത്യം നിർവഹിച്ച ശേഷം പിന്നീട് ആണ് ശ്രീരാമചന്ദ്രനെ കാണുന്നതും. ആ കണ്ടതിന് ശേഷം അവർ തമ്മിലൊരു തർക്കമുണ്ട്. അതൊക്കെ അധ്യാത്മരാമായണത്തിൽ വിശദീകരിക്കുന്ന ഭാഗങ്ങളാണ്. അതിനുശേഷം ആരോടാണ് താൻ സംസാരിക്കുന്നുള്ളത് വളരെ വൈകിട്ടാണ് പരശുരാമൻ മനസ്സിലാക്കുന്നത്.
താൻ മഹാവിഷ്ണുവിനോടാണ് തർക്കിച്ചത് മനസ്സിലാക്കി ഉടനെ തന്നെ തൻ്റെ കയ്യിലുള്ള വൈഷ്ണവ ചാപത്തെ നൽകുകയാണ് ചെയ്തത് ഭഗവാൻ. അങ്ങനെ ആ വൈഷ്ണവ ചൈതന്യത്തെ ശ്രീരാമനിലേക്ക് സന്നിവേശിപ്പിച്ച് സാധാരണ മഹർഷിയുടെ ആ ഒരു പുത്രനായിരുന്നല്ലോ അദ്ദേഹം, ആ ഭാവത്തിൽ അദ്ദേഹം തപസ്സിനായിട്ട് പോയി എന്ന സംഭവമാണ് ഇവിടെ വിശദീകരിച്ചു. ശ്ലോകം 5. താദോക്ത്യായാതു കാമോ വനമനുജവധൂ സംയുതശ്ചാപദാര പൗരാന്നാരുദ്യമാർഗേ ഗുഹനിലയഗത ത്വം ജടാചീരധാരീ നാവാസന്ദീര്യ ഗംഗാം അതിപദവി പുനസ്തം ഭരദ്വാജമാരാ ദത്വാ തദ്വാക്യ ഹേതോരതിസുഗമവസ ചിത്രകൂടേ ഗിരീന്ദ്രേ. ഭഗവാൻ ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുകയാണ്. അപ്പോൾ ഇവിടെ പട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് പറയുകയാണ്, പത്നിയോടൊപ്പം അങ്ങ് അവിടെ സുഖമായി ജീവിച്ചു അല്ലേ ഗുരുവായൂരപ്പ എന്ന് ചോദിക്കുകയാണ് എഴുതുന്നതിൻ്റെ ഇടയിൽ. ഗുരുവായൂർ ക്ഷേത്ര ശ്രീകോവിലുള്ള വിഗ്രഹം ശിലയല്ല, ജീവനോടുകൂടിയ ഗുരുവായൂരപ്പ ശരീരം തന്നെ നുറച്ച് വിശ്വസിച്ചിരുന്നു പട്ടതിരിപ്പാടെന്ന് ആ ചോദ്യം വ്യക്തമായി തെളിയിക്കുന്നു. വിഗ്രഹാരാധനയുടെ വൈശിഷ്ട്യം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു ഭട്ടപാദർ എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ അയോധ്യയിലെത്തിയതിന് ശേഷം അച്ഛൻ്റെ വാക്ക് പാലിക്കേണ്ടത് മക്കളുടെ പ്രധാന ധർമ്മമാണെന്നത് ഓർത്ത് ശ്രീരാമൻ അനുജനോടും പത്നിയോടുമൊപ്പം ചാപധാരിയായി വനത്തിലേക്ക് പോയി. അതിൽ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, അതൊക്കെ നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല, രാമായണത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ശ്രീരാമൻ്റെ കൂടെ പിന്തുടർന്ന് വന്ന അയോധ്യയിലെ പൗരാവലിയെ തന്ത്രപൂർവ്വം മടക്കി അയച്ചു. തുടർന്ന് ശ്രീരാമാദികൾ ഗുഹൻ്റെ വാസസ്ഥലത്ത് ചെന്നു. ജടാവൽക്കലാദികൾ ധരിച്ച് താമസവേഷം സ്വീകരിച്ച ശ്രീരാമനും ലക്ഷ്മണനും സീതയോടൊപ്പം തോണിയിലൂടെ ഗംഗാനദി കടന്ന് അക്കരെ എത്തി അവിടെയുള്ള ആശ്രമത്തിൽ കഴിയുന്ന ഭരദ്വാജ മഹർഷിയെ കണ്ട് വന്ദിച്ചു. ഭരദ്വാജ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ശ്രീരാമാദികൾ വലിയ പർവ്വതനിരയുള്ള ചിത്രകൂടത്തിൽ സുഖമായി താമസിച്ചു. അധ്യാത്മരാമായണത്തിൽ വാൽമീകി മഹർഷി ഉപദേശപ്രകാരമാണ് ശ്രീരാമാദികൾ ചിത്രകൂടത്തിൽ താമസിച്ചെന്ന് പറയും. ഭഗവാൻ വനവാസം ആരംഭിച്ചപ്പോൾ ആദ്യം താമസിച്ചത് ചിത്രകൂടം എന്ന് പറയുന്ന ആ പർവ്വതനിരകളിലാണ്. ആദ്യത്തെ ആശ്രമം ചിത്രകൂടാശ്രമമാണ് ശ്രീരാമൻ്റെ ആദ്യത്തെ ആശ്രമം എന്നുകൂടി നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമസ്തേ.